2025 ജൂൺ 27-ന് വെള്ളൂരുള്ള അജയൻ മരണപ്പെട്ടിരുന്നു. അപ്പം അത് കൊലപാതകമാണെന്നാണ് സംശയം ഭാര്യ സീമ പറയുന്നത്. ഇപ്പം നമ്മൾ സീമയുടെ കൂടെയാണ് ഉള്ളത്. സീമക്ക് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന് നമുക്ക് ചോദിക്കാം. അതുപോലെ പോലീസിൽ പരാതി കൊടുത്തിട്ടും അതിനുള്ള ഒരു നടപടിക്രമവും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സീമ നമ്മളോട് പറയുന്നത്. അപ്പോൾ കൂടുതലായി എന്താണ് സീമക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളതെന്നുള്ളത് നമുക്ക് കേൾക്കാം. ഇപ്പോൾ സംഭവം നടന്നിട്ട് 1 വർഷത്തിലധികമായി. ആദ്യം നമ്മൾ അറിഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നുള്ളത്. പിന്നെ ജൂൺ 27-ാം തീയതി രാവിലെ ഹോസ്പിറ്റലിൽ പോകുന്നത്. അതിൻ്റെ തലേ ദിവസം ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിന്. വയറുവേദന, മൂത്രം പോകുന്നില്ല എന്നെല്ലാം പറഞ്ഞിട്ടാണ് പോയിട്ടുണ്ടായിന്. അപ്പോൾ അവിടെ സന്നോട് പറഞ്ഞത് സർജൻ ഇല്ല പറഞ്ഞിട്ട് ഇങ്ങോട്ട് തിരിച്ചു വന്നതാണ്. എന്നിട്ട് രാത്രിക്ക് നല്ല വേദന ഉണ്ടായിന്, മൂത്രമൊഴിക്കാനെല്ലാം ബുദ്ധിമുട്ടുണ്ടായിന്. അപ്പോൾ നല്ല വേദനയായിട്ട് രാവിലെ പുലർച്ചെ ഹോസ്പിറ്റലിൽ പോയി. വഴിയിൽ വെച്ച് എന്നോട് പറഞ്ഞു എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, പിന്നെ കൈ പൊന്താത്തൊരവസ്ഥ എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ടായിന് എന്നാ പറ്റിയത് നിങ്ങൾ വ്യക്തമായിട്ട് പറയാറോന്ന് പറഞ്ഞ സമയത്ത് എന്നോട് പറഞ്ഞു അടിപിടിയിലാറ്റം പറ്റിയതാണ്. അങ്ങനെ നമ്മൾ അറിയുന്ന അടിപിടി ഉണ്ടായിട്ടുണ്ട് എന്നുള്ള സംഭവം. അതിന് 2 ദിവസം മുമ്പത്തെ നമ്മളെ വീട്ടിൻ്റെ അയൽവാസിയായ രാജേഷ് എന്ന് പറയുന്നൊരു വ്യക്തിയായിട്ട് ചെറിയൊരു ഉന്തും പൊടിയെല്ലാം ഉണ്ടായിട്ടുണ്ടായിന്. അന്ന് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. രാജേഷിൻ്റെ ഒരു ഫ്രണ്ടും കൂടിയാണ് ഈ പെണ്ണുങ്ങൾ. നീലേശ്വരത്ത് വെച്ച് അടിയുണ്ടായെന്നുള്ളത് നമുക്ക് വ്യക്തമായ തെളിവുണ്ട്. ആ സംഭവം നടന്ന സ്ഥലത്തുനിന്ന് പോലീസ് ഇയാളെ പോലീസ് സ്റ്റേഷനിൽ, നീലേശ്വരം പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. അപ്പോൾ വണ്ടി അവിടെ ഇപ്പോഴും സ്റ്റേഷനിലാണ് ഇല്ലത്, വിട്ടുകൊടുത്തിട്ടൊന്നുമില്ല എന്ന് അറിയാൻ പറ്റിയത്. ഒരു ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്. അപ്പോൾ ആ പോലീസ് ഇയാളെ വിടുന്ന സമയത്ത് നമ്മൾ അറിയിച്ചിട്ടോ ഒന്നുമില്ല. അപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് വൃഷണത്തിനേറ്റ മുറിവാണ്. ഓരോരോ സ്ഥലത്ത് ഇന്ന സ്ഥലത്ത് കല്ലിപ്പുണ്ട്, വയറിൻ്റെ ഇടതുഭാഗത്ത്, അങ്ങനെ ഓരോരോ സ്ഥലത്തും കല്ലിപ്പും പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ട്. വൃഷണത്തിൻ്റെ സൈഡിൽ കല്ലിപ്പുണ്ട്, രക്തം കട്ട കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ ഡോക്ടർ പറയുന്നുണ്ട്. എന്നിട്ടും പോലീസ് ഇതുവരെ അവർക്കെതിരെ ഒരു നടപടി എടുത്തിട്ടുണ്ടായിട്ടില്ല. ഞാൻ കഴിഞ്ഞ എല്ലാ പോലീസ് സ്റ്റേഷനിലും ഞാൻ 1 വർഷമായിട്ട് കയറി ഇറങ്ങി. നീലേശ്വരം സ്റ്റേഷനിൽ പോയി, കാസർഗോഡ് എസ്-പിനെ കാണാൻ പോയി, അതേപോലെ കാഞ്ഞങ്ങാട് DYSPനെ കാണാൻ പോയിട്ടുണ്ടായിന്, അതേപോലെ കണ്ണൂർ SP-നെ കണ്ടിട്ടുണ്ടായിന്. എന്നിട്ടും ഒന്നും നടക്കാത്തതുകൊണ്ട് ഞാൻ കഴിഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിനൊരു പരാതി മറ്റേ സ്പീഡ് പോസ്റ്റിൽ അയച്ചിട്ടുണ്ടായിന്. എന്നിട്ട് ആ സമയത്ത് 2 ദിവസം വിളിക്കും, സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുകയെല്ലാം ചെയ്തിട്ടുണ്ടായിന് പയ്യന്നൂർ സ്റ്റേഷനിൽ നിന്ന്. എന്നിട്ടും ഒന്നും നടന്നിട്ടുണ്ടായിട്ടില്ല. പിന്നെ എനിക്ക് അറിയാൻ പറ്റിയത് അത് മെഡിക്കൽ ബോർഡിന് വെച്ചിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്നാണ് പറഞ്ഞത്. അത് പറഞ്ഞിട്ട് തന്നെ ഇപ്പോൾ 9 മാസമായി, ത്തിലധികമായി. എന്നിട്ടും ഒരു നടപടി ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പം ഒരു മാസം മുന്നേ നമ്മുടെ പുതിയ മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രിനെയൊക്കെ കണ്ടിട്ട് പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് തന്നെ സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ട്. വേറെ ഒന്നും നടന്നിട്ടില്ല. അപ്പോൾ ചെറിയൊരു ഇൻഷൂർ ഉണ്ടായിട്ടുണ്ടായിന് ബാങ്ക് വഴിയുള്ളത്. അത് പോലീസിൻ്റെ ഫൈനൽ റിപ്പോർട്ട് കിട്ടാത്തതുകൊണ്ട് 2 ലെറ്റർ അവരെനിക്ക് അയച്ചു. ഇനിയിപ്പോൾ ഒന്നും കൂടെ അയച്ചിട്ട് അത് ക്യാൻസൽ ആവുമെന്നാണ് പറഞ്ഞിട്ടില്ലത് അവർ. അപ്പോൾ ഇതിനുള്ള റീസൺ നിങ്ങൾ അവിടെ പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു പിന്നെ പോലീസിന് ഫൈനൽ റിപ്പോർട്ട് കൊടുക്കാൻ അവർ പറയുന്നു. അത് ഫൈനൽ റിപ്പോർട്ട് ഇങ്ങനെ ഒരു കേസ് കൊണ്ട് നമ്മൾക്ക് കിട്ടിയിട്ടില്ല എന്നുള്ള ഒരു കാര്യം നിങ്ങൾ അവരുടെ FIR നമ്മൾ ഈ സംഭവം നടന്നതൊന്നും അറിയുന്നില്ലല്ലോ. പിറ്റേ ദിവസം ഹസ്ബൻഡ് വീട്ടിൽ വന്നിട്ട് സംഭവം ഒന്നും പറയുന്നില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോകുമല്ലോ. അപ്പം മൂത്രം പോകുന്നില്ല, മൂത്ര കടച്ചിലെന്നേ പറയുന്നില്ലോ. അപ്പോൾ എന്നിട്ടാകുമ്പം പിന്നെ നമ്മൾ ഈ സംഭവം അറിയുന്നില്ല. അപ്പോൾ അന്ന് രാവിലെ ഈ സംഭവം നടന്നെന്ന പോലീസിൻ്റെ മൊഴിയെടുക്കാൻ വരുന്നത്. എനിക്കപ്പോൾ ഒന്നും സംഭവം അറിയില്ല. അപ്പോൾ അവർ FIR ഇട്ടതെന്തല്ലോ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് അത് ഒന്നും നടക്കാത്തതെന്ന് അവർ പറഞ്ഞത്. FIRൽ ഇങ്ങനത്തെ ഒരു അടിപിടിയും കാര്യങ്ങളൊന്നും പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഫൈനൽ റിപ്പോർട്ട് ചോദിക്കുന്നതാണ് അവർ. ഇപ്പം മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ട് ഇപ്പോൾ എത്ര ദിവസങ്ങളായി? 1 മാസമായിട്ട്. 1 മാസമായി. അതിൻ്റെ ശേഷം എന്തെങ്കിലും നടപടികൾ മെസ്സേജ് വന്നുകൊണ്ടുണ്ട്. അസിസ്റ്റന്റ് DGPക്ക് കൈമാറാന്ന് അന്നേരം മുഖ്യമന്ത്രി എന്നോട് പറഞ്ഞിട്ടുണ്ടായിനി. അത് മെസ്സേജ് വന്നു, അസിസ്റ്റന്റ് DGPക്ക് കൈമാറി എന്ന് പറഞ്ഞു. പിന്നെ അവിടെ നിന്ന് SP മുഖാന്തരം പയ്യന്നൂർ DYSPൻ്റെ അടുത്തേക്ക് തന്നെ പറഞ്ഞു. പിന്നെ ഞാൻ എന്നിട്ടാകുമ്പോൾ എന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിനി. എന്നിട്ട് ഞാൻ പോയിട്ട് അവരെൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു വനിതാ പോലീസ്. പിന്നെ ഒന്നും വിളിക്കോ നടപടിയോ ഒന്നും ഉണ്ടായിട്ടില്ല. അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 2 ആഴ്ചയിലധികമായി. ഇപ്പോഴെങ്ങനെയാണ് ഇപ്പം പിന്നെ സീമേൻ്റെ കുടുംബം അമ്മയും എല്ലാം എത്തിയിട്ടുള്ള ഒരു ജീവിതത്തിൽ 12 വർഷത്തിനുള്ളിൽ എൻ്റെ 3 ഏട്ടന്മാർ, അതുപോലെ അച്ഛനെല്ലാം മരിച്ചു പോയതാണ്. അപ്പോൾ സുഖമില്ലാത്ത അമ്മയാണ്. കഴിഞ്ഞ വർഷം നമുക്ക് സ്ട്രോക്ക് വന്നിട്ട് നടക്കാനെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. വീട് 3 വർഷത്തിലധികമായി തുടങ്ങിയ വീടിൻ്റെ പണി പകുതി വഴിയിലെത്തിയിട്ടാണ് ഉള്ളത്. അപ്പോൾ എൻ്റെ SLC ബാച്ച് ഇപ്പം എൻ്റെ അവസ്ഥ കണ്ടിട്ട് അവർക്ക് അത് മാത്രമേ ആവുള്ളൂ എന്നുള്ളത് പറഞ്ഞിട്ട് തേച്ച് തന്നിട്ടുണ്ട്. ബാക്കി പണിയെല്ലാം ഇങ്ങനെ പെൻഡിങ് ഉണ്ട്. നമ്മൾ ഇപ്പോൾ താമസിക്കുന്ന ഒരു ബന്ധുവിൻ്റെ വീട്ടിലാണ്. ഇവിടുന്ന് ബാത്റൂമോ വെള്ളമോ സൗകര്യമൊന്നുമില്ല. അപ്പോൾ ഞാനിപ്പോൾ പല വീടുകളിലും ക്ലീനിങ് പണിക്കെല്ലാം പോയിട്ടാണ് ജീവിക്കുന്നത്.
അപ്പോൾ അതിരാവിലെ എണീച്ച് വെള്ളം എടുക്കാൻ പോകുന്ന സമയത്ത് കുറുക്കനും നായിയെല്ലാം ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, അതുപോലെ മഴയത്ത് എനിക്ക് മെൻസസ് ആയ സമയത്തെല്ലാം ടോയ്ലറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ മോനും രാത്രിയെല്ലാം ബാത്റൂമിൽ പോകാനും മറ്റേ കൂടെ ആൾ പോകേണ്ട ഒരു അവസ്ഥ, അങ്ങനെ ഒരുപാട്. നമുക്കാണെങ്കിൽ റോഡ് ചുറ്റി വേണം പോകാൻ. കുറേ അത്രയധികം ബുദ്ധിമുട്ടിയിട്ടാണ് ജീവിക്കുന്നത്. നമ്മളെ കുടുംബത്തിൻ്റെ ഏക ആശ്രയമായിരുന്നു ഇയാൾ. ഏട്ടൻ പോയാലും അച്ഛൻ പോയ സമയത്തെല്ലാം പിടിച്ചുന്നത് ഇങ്ങനെ ഒരാളില്ലത് കൊണ്ട് മാത്രമാണ്. ഇപ്പം ഞാൻ എൻ്റെ മോനെ നോക്കണ്ടേന്നില്ല ആ ഒരു കണ്ടീഷനിൽ മാത്രം ജീവിതം പിടിച്ചു നിൽക്കുന്നതാണ്. അമ്മക്കും ആരുമില്ല, 3 ഏട്ടന്മാരും പോയി. അപ്പോൾ വലിയ ഏട്ടൻ ക്യാൻസറായിട്ട് കുറേ കടന്നിട്ടുണ്ടായിനി. അപ്പോൾ അതിൻ്റെ ഒരു ബാധ്യതയിൽ അച്ഛനുണ്ടായിട്ടുണ്ട്. അച്ഛനും കുറേ അസുഖമായിട്ട് കടന്നിട്ടുണ്ടായി. അങ്ങനെ ഒരുപാട് സാമ്പത്തിക ബാധ്യത ഒരുപാടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഒരു സഹായവും നാട്ടുകാരുടെ അടുത്തു നിന്നുള്ള ആ ഒരു ഇല്ല, എൻ്റെ ആ SLC ബാച്ച് അങ്ങനെ ഒരു സഹായം ചെയ്തു തന്നതേ ഉള്ളൂ. വേറെ ഇനിയിപ്പോൾ ആരെങ്കിലും മുന്നോട്ട് വന്നിട്ടുണ്ടോ, എന്തെങ്കിലും സഹായം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും മുന്നോട്ട് വന്നിട്ടുണ്ടോ? ഇല്ല. ഇല്ല. പക്ഷേ ഇതന്നെ സഹായം ആൾക്കാരോട് ചോദിക്കുമ്പം അങ്ങനെ എന്നാ പറയണ്ട്, വ്യക്തികളോടൊന്നും ചോദിക്കാൻ പറ്റാത്തൊരവസ്ഥ. അങ്ങനെ ചോദിക്കുന്ന സമയത്ത് അവർ വേറൊരു കണ്ണോട് കാണുന്ന ഒരവസ്ഥ എനിക്ക് പറയാൻ പറ്റുന്നില്ല. ആ ഒരു ഇതിൻ്റെ കൂടെ ആ ഒരു മാനസികാഘാതം കൂടെ വരുമ്പോൾ ഭയങ്കര പ്രശ്നമായി മാറുന്നത്. ആത്മഹത്യ ചെയ്താലോ എന്ന് പോലും ഞാൻ ചിന്തിച്ച അവസരമുണ്ട്. ആത്മഹത്യ നമുക്കൊരു പരിഹാരമല്ലല്ലോ. അങ്ങനെയല്ല, സമൂഹത്തിൽ ജീവിക്കാൻ ഒരുപാട് പെടാപ്പാട് പെടണം എന്ന് മനസ്സിലായി ഇപ്പോൾ ആളില്ലാത്ത സമയത്ത്. പക്ഷേ ഈ സംഭവം ചെയ്ത വ്യക്തി നീലേശ്വരം സ്വദേശി ശ്രീജയാണ്. ശ്രീജയും ശ്രീജേൻ്റെ മോനൊരു സുഹൃത്തുമാണ് പ്രതികൾ. അപ്പോൾ ആ ശ്രീജ ഈ രാജേഷ് പറയുന്ന ഫ്രണ്ടിന് അന്ന് ദിവസം അയച്ച വാട്സപ്പ് മെസ്സേജ് കൂടെ എൻ്റെ ഫോണിലെല്ലാം വന്നിട്ടുണ്ട്. അജീനെ വിളിക്കൽ ഹസ്ബൻഡിനെ എല്ലാവരും അജീനെ വിളിച്ച് വരുത്തി. അജി വന്നു, പിന്നെ തല്ലു കൊടുത്തു, പോലീസിൽ ഏൽപ്പിച്ചു പറഞ്ഞിട്ട് എൻ്റെ മൊബൈലിലുണ്ട്, ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ആ ഒരു മെസ്സേജ് ഞാൻ അന്നത്തെ പോലീസ് അന്വേഷണം ഉണ്ടായ SIക്ക് കാണിച്ചു കൊടുത്തപ്പോൾ ആ സാറ് പറഞ്ഞത് എന്നോട് അവർ രാജേഷും ആ ലേഡിയും തമ്മിൽ സ്നേഹത്തിലായതുകൊണ്ട് അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരയച്ച മെസ്സേജാണെന്ന്. അങ്ങനെയുള്ള ഒരു പോലീസുകാർ സംസാരിക്കില്ലല്ലോ, അവർക്ക് ഒരുപാട് രാഷ്ട്രീയ സ്വാധീനമുണ്ട്. അതുകൊണ്ടാണ് ഈ കേസ് എങ്ങും എത്താത്തതെന്ന് എനിക്ക് മനസ്സിലായി. ഈ സംഭവം നടന്നിട്ട് ഒരു മാസത്തിനുള്ളിൽ അവർ ആദ്യം ഒരു ക്ലിനിക്കിൽ വർക്ക് ചെയ്തുകൊണ്ടുണ്ടായതാണ്. ഒരു പാർട്ടി ഓഫീസ് ഒരു ക്ലിനിക്ക് ആക്കിയിട്ട് അവിടെ വർക്ക് ചെയ്തുകൊണ്ടുണ്ടായതാണ്. അവിടെ ക്ലീനിങ്ങും പിന്നെ അവിടുത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഒരു വ്യക്തി ഇവരുണ്ടായിനി, അങ്ങനെ അറിയാൻ പറ്റിയത്. അപ്പോൾ അവിടെ നിന്ന് പിന്നെ ഒരു മാസത്തിനുള്ളിൽ അവരെ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ നിയമനം കൊടുത്തു. അവർക്ക് അത്രയും സ്വാധീനമില്ലെങ്കിൽ ഒരാളെ ഇതൊരു സംഭവം നടന്ന ഒരാളെ കയറ്റി വിടൂലല്ലോ. അത്രയധികം സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഈ കേസ് എങ്ങും എത്താതെ പോകുന്നു. ഇനി ഏതറ്റം വരെ ഞാൻ പോയിട്ടും ഇതിനൊരു പരിഹാരം കാണുന്നില്ലൊരു സംഭവം ഉണ്ടായി എനിക്ക്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് പോയത്. തിരുവനന്തപുരം എനിക്ക് ഞാൻ ഇതുവരെ അങ്ങനെ ട്രെയിനിലൊന്നും ബസ്സിൽ പോകുന്നതല്ലാണ്ട് ട്രെയിനിലൊന്നും അധികം യാത്ര ചെയ്തിട്ടില്ല. രണ്ടും കൽപ്പിച്ച് അമ്മേനെയും മോനെയും എൻ്റെ ഒരു ഏട്ടൻ്റെ ഭാര്യേൻ്റെ വീട്ടിൽ തൃക്കരിപ്പൂർ കൊണ്ടാക്കിയിട്ടാണ് ഞാൻ പോയത്. ഇനിയിപ്പം എൻ്റെ മനസ്സിന് അലട്ടുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് നടക്കാനെല്ലാം കുറച്ച് ബുദ്ധിമുട്ടായി വരികയാണ്. അസുഖമായതുകൊണ്ട് തന്നെ 10-80 വയസ്സിൻ്റെ അടുത്തായി നമുക്ക്. അപ്പോൾ ഇനിയും നമുക്ക് ബാത്റൂമിലെല്ലാം നടന്നു പോകാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നില്ല ആ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇപ്പോൾ സീമയുടെ ആ വിഷമങ്ങൾ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. പ്രായമായ ഒരു അമ്മയും അതുപോലെ തന്നെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകനും അവരുള്ളത് കൊണ്ട് മാത്രമാണ് മുന്നോട്ടേക്ക് ജീവിതം തള്ളി നീക്കുന്നതെന്നാണ് സീമ പറയുന്നത്. ഇപ്പോൾ ആസ്മ രോഗി കൂടിയാണ് സീമ. 2 നേരം ഇൻഹേലർ വലിച്ചിട്ടാണ് ഓരോരോ ദിക്കിലും ക്ലീനിങ്ങിനായി ഓരോരോ വീടുകളിലാണ് പോകുന്നത് എന്നുള്ളത് സീമ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു കാരണം അവൾ മുഖ്യമന്ത്രിക്കായാലും മറ്റെല്ലാവർക്കും വേണ്ടപ്പെട്ട അധികാരികൾക്കെല്ലാം അവൾ വേണ്ടുന്ന ലെറ്ററും കാര്യങ്ങളും കൊടുത്ത് അവളുടെ വിഷമങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു നീതി അവൾക്ക് ലഭിക്കണം എന്നാണ് നമ്മൾക്ക് പറയാനുള്ളത്. അതിന് വേണ്ടുന്ന കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് അധികാരികൾ ചെയ്തു കൊടുക്കണമെന്നാണ് പറയാനുള്ളത്.